അൻഡമാൻ സന്ദർശകർ തീർച്ചയായും കാണേണ്ടതും നമ്പർ 1 ഐലൻഡുമാണ് റോസ് ഐലൻഡ്. ലോകത്തിലെ തന്നെ മാനുകളുടെ പറുദീസ എന്ന് വേണമെങ്കിൽ ഇവയെ വിശേഷിപ്പിക്കാൻ കഴിയും. മാനുകളുടെ തൊട്ടുരുമി ഫോട്ടോയും വീഡിയോയും എടുക്കാനും മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്നതുമായ കുറേ മാനുകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന റോസ് ദ്വീപ് 1858 മുതൽ 1942 വരെ ആൻഡമാൻ ദ്വീപുകളിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രമായിരുന്നു. ആഡംബര സൗകര്യങ്ങളുള്ള ഒരു സ്വയം പര്യാപ്ത പട്ടണമായിരുന്നു അത്. 1941 ഒരു വിനാശകരമായ ഭൂകമ്പത്തിനും രണ്ടാം ലോകമഹായുദ്ധ സമയത്തെ ജപ്പാനീസ് അധിനിവേശത്തിനും ശേഷം ദ്വീപ് ഉപേക്ഷിക്കപ്പെട്ടു. പ്രകൃതി മനോഹരമായ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ തുടങ്ങി. കൊളോണിയൻ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ സന്ദർശകർക്ക് കാണാൻ കഴിയും. അതിൽ പ്രസ്ബിറ്റീർ പള്ളിയുടെ അവശിഷ്ടങ്ങൾ, വലിയ നീന്തൽക്കുളങ്ങൾ, ജപ്പാനീസ് കാലഘട്ടത്തിലെ മനുഷ്യനിർമ്മിത ബങ്കറുകൾ, ചീഫ് കമ്മീഷണറുടെ ബംഗ്ലാവ്. 75 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിലാണ്. റീജനാൾഡ് റോസ് എന്ന മറൈൻ നാവികൻ്റെ പേരിൽ നിന്നുമാണ് ഈ ദ്വീപിന് ഈ പേര് ലഭിച്ചത്. സെല്ലുലാർ ജയിലിൻ്റെ മുകളിൽ നിന്നും കാണാം. 200 മീറ്ററോളം കടലിലേക്ക് നീളുന്ന കടൽ പാലത്തിൻ്റെ അവസാന ഭാഗത്തായി ലോൺ സെല്ലിയർ എന്നറിയപ്പെടുന്ന നാവികൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. 2010 ഈ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചു.